എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലായനികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ലീനം, സൊല്യൂട്ട് എന്താന്ന് പഠിച്ചു. അതുപോലെ ലായകം, സോൾവെന്റ്, ലായനി, സൊല്യൂഷൻ ഇതൊക്കെ എന്താന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ കണ്ടായിരുന്നു ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്ന ലായനികൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ലായകത്തിന്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും, ഫിസിക്കൽ സ്റ്റേറ്റ് തന്നെയായിരിക്കും ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ എന്താണ് കുറഞ്ഞ അളവിലുള്ള ലെസ് എമൗണ്ട് ഉള്ള ലീനമാണ് അല്ലെങ്കിൽ സൊല്യൂട്ട് ആണ്. കൂടിയ അളവിലുള്ളത് മോർ എമൗണ്ട് ഉള്ളതാണ് ലായകം അല്ലെങ്കിൽ സോൾവെന്റ് ആണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ജലീയ ലായനികളിൽ ഏതളവിലായാലും ജലം തന്നെയായിരിക്കും ലായകം അല്ലെങ്കിൽ സോൾവെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ. ഇന്ന് നമുക്ക് നോക്കാം ലായകങ്ങളുടെ നിത്യജീവിതത്തിലെ ഉപയോഗങ്ങൾ, അതായത് യൂസ് ഓഫ് സോൾവെന്റ്സ് ഇൻ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും ഈ ലായനികൾ അല്ലെങ്കിൽ എന്താണ് സോൾവെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് പല പല സിറ്റുവേഷൻസിൽ. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ യൂസസുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്നുണ്ടല്ലേ പെട്രോള്, കെറോസിൻ, ടർപ്പന്റൈൻ, അമോണിയം സൊല്യൂഷൻ ഒക്കെ അല്ലെ. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ഗ്രീസ്, അതുപോലെ പെയിന്റ് ഒക്കെ പറ്റിയ സ്റ്റെയിൻ അങ്ങനെയുള്ള എന്തെങ്കിലും കറകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വസ്ത്രങ്ങളിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്രോളോ കെറോസിനോ ഒക്കെ തൂത്ത് കഴിഞ്ഞാൽ ആ പെയിന്റിന്റെ ഒക്കെ ആണെങ്കിൽ പോകും. അപ്പൊ തന്നെ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബൊറാക്സ് സൊല്യൂഷൻ, ബൊറാക്സ് ലായനി എന്ന് പറയും. അതായത് തുണികളൊക്കെ ചായ കാപ്പിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ സ്റ്റെയിൻ, ചായയും കാപ്പിയുടെ ഒക്കെ കറകളല്ലേ, അപ്പൊ അതിന്റെ ആ കറകളൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ബൊറാക്സ് സൊല്യൂഷൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആൽക്കഹോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഡിസോൾവ് ആരോമാറ്റിക് ഓയിൽസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പെർഫ്യൂംസ് അല്ലേ. പെർഫ്യൂംസിന്റെ നിർമ്മാണത്തിന് ആരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ, പ്രത്യേക മണം പറഞ്ഞല്ലോ, അപ്പൊ അതങ്ങനെ ലയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ആണ്. തന്നെ അടുത്തത് ടിഞ്ചർ ഓഫ് അയഡിൻ എന്ന് പറയും. അതായത് അത് ഈ ആന്റിസെപ്റ്റിക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മുറിവുകളൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടിഞ്ചർ ഓഫ് അയഡിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഏകദേശം 3% ഓഫ് അയഡിൻ, ആൽക്കഹോളിൽ അയഡിൻ ലയിപ്പിച്ച ലായനിയാണ് കേട്ടോ. അത് മുറിവുകളൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഓരോരോ സിറ്റുവേഷൻസിലും നമ്മൾ സോൾവെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മലയാളം മീഡിയത്തിലെ കുട്ടികൾ നോക്കുക കേട്ടോ. ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാൻ വേണ്ടി പെട്രോളോ മണ്ണെണ്ണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബൊറാക്സ് ലായനി ഞാൻ പറഞ്ഞു, കാപ്പി, ചായ ഇവരൊക്കെ കറ മാറ്റാൻ വേണ്ടി. ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ പെർഫ്യൂംസ്, സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടിഞ്ചർ അയഡിൻ, അത് മുറിവുകൾ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാക്കിയിരിക്കട്ടെ. നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊന്ന് ഓർത്തിരിക്കും, ഇത് എന്താണ് സോൾവെന്റ് ആണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കേട്ടോ. എല്ലാം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കണം. ഇന്ന സാധനമാണെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. തന്നെ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാവേ. അതായത് സൊല്യൂഷന്റെ ഗാഢത നിർണ്ണയിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഞാൻ നോക്കുക. ടേക്ക് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 2 ബീക്കേഴ്സ്. 2 ബീക്കർ എടുക്കുക. അതിലേക്ക് ഈക്വൽ ക്വാണ്ടിറ്റി, തുല്യ അളവിൽ എന്തെടുക്കണം? ജലം എടുക്കണം. ഇനി എന്താണ്? ആഡ് 1 or 2 crystals ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ടു 1 ബീക്കർ. ഒരു ബീക്കറിലേക്ക് നമ്മൾ 1 or 2 തരികൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടല്ലോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ 1 or 2 ഇടുക. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഡ് 5 or 6 crystals ടു സെക്കൻഡ് ബീക്കർ. രണ്ടാമത്തെ ബീക്കറിലേക്ക് 5 or 6 തരികൾ ഇടുക. അപ്പൊ ആദ്യത്തെ ബീക്കറിലേക്ക് നമ്മൾ ഇട്ടത് 1 or 2 തരികൾ ഇട്ടു. 2 ബീക്കർ എടുത്തു, രണ്ടിലും തുല്യ അളവിൽ ജലം എടുത്തു. ഒന്നാമത്തെ ബീക്കറിലേക്ക് 2 or 3 തരികൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു. രണ്ടാമത്തെ ബീക്കറിൽ എന്താണ് അതിൽ കൂടുതൽ 5 or 6 തരികൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു. ഇനി നമുക്കറിയാം പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കളർ എന്താണ്? ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ളതാണ് നമ്മളെ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഓരോ ബീക്കറിൽ ഉണ്ടായിരിക്കുന്ന കളർ ഡിഫറൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബീക്കറിൽ നമ്മൾ എന്താണ് 1 or 2 തരികളേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ് കളർ ചേഞ്ച് ചെയ്യും. അതിലൊരു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയാം കേട്ടോ. ലൈറ്റ് പിങ്ക് സൊല്യൂഷൻ എന്ന് പറയാം കേട്ടോ. ലൈറ്റ് പിങ്ക് സൊല്യൂഷൻ അവിടെ ഉണ്ടായത് ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഒരു സൊല്യൂഷൻ ആണ് അവിടെ ഉണ്ടായത്. ഇനി രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ കൂടുതൽ തരികൾ ഇട്ടു. അവിടെ ഇതുപോലെ തന്നെ ഒരു പിങ്ക് നിറത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാകും, പക്ഷെ ഡാർക്ക് നിറത്തിലുള്ളതായിരിക്കും. ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് സൊല്യൂഷൻ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായല്ലോ പറഞ്ഞു. അപ്പൊ ഏതിലാണ് നമ്മൾ കൂടുതൽ തരികൾ ഇട്ടത്? രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ കൂടുതൽ തരികൾ ഇട്ടു. ഒന്നാമത്തെ ബീക്കറിൽ എങ്ങനെയാണ്? കുറച്ച് തരികളാണ് ഇട്ട്. മനസ്സിലായല്ലേ? അപ്പൊ കളർ ഡിഫറൻസ് ഉണ്ടായല്ലോ. അപ്പൊ എന്തായിരിക്കാം ആ കളർ ഡിഫറൻസിന്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്?
നിറവ്യത്യാസത്തിന്റെ കാരണം എന്തായിരിക്കാം? ഇവിടെ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൊല്യൂട്ടാണ് അല്ലെ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണ്, അതായത് ലീനമാണ്. ആദ്യത്തേൽ എങ്ങനെയാണ് ലീനം? എങ്ങനെയാണ്? വളരെ കുറഞ്ഞ അളവ്, അതായത് ലെസ് എമൗണ്ട് ഓഫ് ലീൻ എന്ന് പറയാം, അല്ലെ? ലെസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ ആഡ് ചെയ്തത്. രണ്ടാമത്തെ ബീക്കറിലോ കൂടുതൽ ഇട്ടു അല്ലെ? കൂടുതൽ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തു. മനസ്സിലല്ലോ? അപ്പം ലീനത്തിന്റെ അളവ് കൂടി അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ അളവ് കൂടിയത് എവിടെയാണ്? രണ്ടാമത്തെ ബീക്കറിലാണ് അല്ലെ? സൊല്യൂട്ടിന്റെ അളവ് കൂടിയത് എവിടെയാണ്? രണ്ടാമത്തെ ബീക്കറിലാണ്. അപ്പം ലീനത്തിന്റെ അളവ് കൂടിയ അവിടെ എന്ത് സംഭവിച്ചു? അവിടുത്തെ സൊല്യൂഷൻ എന്താണ്? കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗാഢത കൂടുതലാന്ന് പറയാം. അതായത് കൂടുതൽ ക്രിസ്റ്റൽസ് ഇട്ടു, മനസ്സിലാകുന്നില്ല? കൂടുതൽ ക്രിസ്റ്റൽ ഇട്ടപ്പോൾ എന്താണ്? ഡാർക്ക് പിങ്ക് സൊല്യൂഷൻ, അതായത് അവിടെ കോൺസെൻട്രേഷൻ, രണ്ടാമതുണ്ടായ ആ സൊല്യൂഷൻ, രണ്ടാമത്തെ ബീക്കറിൽ ഉണ്ടായ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? കൂടുതലാന്ന് പറയാം. കോൺസെൻട്രേഷൻ അവിടെ എങ്ങനെയാണ്? കൂടുതലായെന്ന് പറയാം. അതായത് ലീനത്തിന്റെ അളവ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ലായനിയുടെ ഗാഢതയ്ക്ക് അവിടെ കൂടുതലായി. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ലായനിയുടെ ഗാഢത എങ്ങനെയാണ്? ലീനത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് പറയാലോ. മനസ്സിലാകുന്നല്ലോ? ലായനിയുടെ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ, സൊല്യൂഷന്റെ ഗാഢത, കോൺസെൻട്രേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ലീനത്തിന്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ല? അപ്പം വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ കളർ ഓഫ് ടു സൊല്യൂഷൻസ്? എന്താണ്? ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ എന്ന് പറയാം, ഇല്ലേ? ഡിഫറൻസ്, ഇല്ലേ? ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാഢത, അല്ലെ? ഗാഢതയിലുള്ള വ്യത്യാസം എന്ന് പറയാം, അല്ലേ? മനസ്സിലായോ? ഗാഢതയിലുള്ള വ്യത്യാസം കാരണമാണ് അവിടെ എന്താണ്? കളർ ഡിഫറൻസ് ഉണ്ട്, അതായത് കളർ വ്യത്യാസം, നിറവ്യത്യാസം അവിടെ ഉണ്ടാവാൻ കാരണം. അപ്പൊ കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ, കൂടുതൽ ലീനം ആഡ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഗാഢത കൂടി, ഇല്ലേ? കുറവ് ലീനം, അതായത് കുറവ് സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ ഗാഢത കുറഞ്ഞു എന്ന് പറയാം. മനസ്സിലായില്ല? അപ്പൊ ഗാഢത എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു വന്ന ലീനത്തിന്റെ അളവല്ലേ? ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ആണ്, ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. അതിൽ എന്തുമാത്രം ലീനം ലയിച്ചു ചേർന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗാഢത കുറവായിരിക്കുവാണെങ്കിൽ, ഇപ്പൊ ആദ്യത്തെ കേസിൽ നോക്കിയേ, ഗാഢത കുറവല്ലേ? ഈ കേസിൽ ഗാഢത കുറവാണ് ഇല്ലേ? ആദ്യത്തെ കേസിൽ എന്താണ്? കോൺസെൻട്രേഷൻ, ഗാഢത ഇവിടെ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ, അല്ലെ? കോൺസെൻട്രേഷൻ ഇവിടെ എങ്ങനെയാണ്? കുറവാണ്, അല്ലെങ്കിൽ ഗാഢത കുറവാണ്. ഈ കേസിൽ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത ഇവിടെ എങ്ങനെയാണ്? കൂടുതലാണ്. മനസ്സിലായല്ലോ? അപ്പം കോൺസെൻട്രേഷൻ കുറവായിട്ടുള്ള അല്ലെങ്കിൽ ഗാഢത കുറവായിട്ടുള്ള ആ സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയും കേട്ടോ. ഡയലൂട്ട് സൊല്യൂഷൻ. ഗാഢത കുറവായിട്ടുള്ള ആ സൊല്യൂഷനെ നമ്മൾ പറയാം. അതായത് ലായനിയിൽ എങ്ങനെയാണ്? ലീനത്തിന്റെ അളവ് കുറവല്ലേ? സൊല്യൂട്ടിന്റെ അളവ് കുറവല്ലേ? സൊല്യൂഷനിൽ സൊല്യൂട്ടിന്റെ അളവ് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ പറയും ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയും. ഡയലൂട്ട് സൊല്യൂഷൻ, നേർത്ത ലായനി എന്ന് പറയും. ഇനി എന്താണ്? ഗാഢത കൂടിയത് അല്ലെങ്കിൽ എന്താണ്? ലീനത്തിന്റെ അളവ് കൂടിയത്, അത് കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ്? ഗാഢലായനി എന്ന് പറയും. അപ്പൊ ഡയലൂട്ട് സൊല്യൂഷൻ എങ്ങനെയാണ്? ലീനത്തിന്റെ അളവ് കുറവാണ്. അതായത് മനസ്സിലായല്ലോ? അതുപോലെ തന്നെ മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഡയലൂട്ട് സൊല്യൂഷൻ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചാണല്ലോ, ഡയലൂട്ട് HCl, കോൺസെൻട്രേറ്റ് HCl എന്നൊക്കെ പഠിച്ചല്ലേ? അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആഡ് ചെയ്ത ലീനം ഉണ്ടല്ലോ, ലീനത്തിന്റെ അളവ് കുറവായിട്ടുള്ളതിനാണ് നമ്മൾ ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലീനത്തിന്റെ അളവ് കൂടുതലാവുകയാണെങ്കിൽ അതെന്താണ്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഗാഢലായനി എന്ന് പറയും. ഡയലൂട്ട് എന്ന് പറയുമ്പോൾ നേർത്ത ലായനി എന്ന് പറയും കേട്ടോ. ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നേർത്ത ലായനി കേട്ടോ, നേർത്ത ലായനി എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഡയലൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ നേർത്ത ലായനിയും ഗാഢലായനിയും. അപ്പൊ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്, ഇല്ലേ? അതായത് ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ഉണ്ട്, അതിലേക്ക് എന്തുമാത്രം ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ലയിച്ചു ചേർന്നിട്ടുണ്ട്, അതാണ് ലായനിയുടെ ഗാഢത, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എ സൊല്യൂഷൻ കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഡയലൂട്ട് സൊല്യൂഷൻ. ആൻഡ് വൺ വിച്ച് കണ്ടെയ്ൻസ് എ ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. മനസ്സിലായ പറഞ്ഞത്? ഒരു ലായനി ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതേതാണ്? നേർത്ത ലായനി അല്ലെങ്കിൽ ഡയലൂട്ട് സൊല്യൂഷൻ. കൂടുതലാണെങ്കിൽ എന്താണ്? ഗാഢ ലായനി അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ.
മനസ്സിലായല്ലോ? അപ്പം എങ്ങനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ലീനത്തിന്റെ അളവാണ്. പ്രത്യേകം ഓർത്തോണം. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനം ഇല്ലെ? സൊല്യൂട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സൊല്യൂട്ടിന്റെ അളവിനെയാണ്, ലീനത്തിനെയാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ ലീനത്തിന്റെ അളവ് എങ്ങനെയാണ്? കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സൊല്യൂട്ട് ഉണ്ടല്ലോ, സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എങ്ങനെയാണ്? കൂടുതലാവുകയാണെങ്കിൽ എങ്ങനെയാണ്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, അതായത് ഗാഢലായനി എന്ന് പറയാം. ഗാഢലായനി. മനസ്സിലായല്ലോ? ഇനി ഈ സൊല്യൂട്ടിന്റെ അളവ് എങ്ങനെയാണ്? കുറവാണ്. സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തിന്റെ അളവ് അവിടെ കുറവാണെങ്കിൽ എന്താണ്? അതേ തരത്തിലുള്ള സൊല്യൂഷനാണ് ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയാം. ഡയലൂട്ട്, അതായത് നേർത്ത ലായനി. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയത് ലീനത്തിന്റെ അളവാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ? സൊല്യൂട്ടിന്റെ അളവ് കൂടുതലാവുകയാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്, ഗാഢലായനിയാണ്. സൊല്യൂട്ടിന്റെ അളവ് കുറവാവുകയാണെന്നുണ്ടെങ്കിൽ ഡയലൂട്ട് അല്ലെങ്കിൽ നേർത്ത ലായനിയാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. എന്താണ് ഈ മാസ് പെർസെൻറ്റേജ്? നമ്മൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞു, ഗാഢതയെ കുറിച്ച് പറഞ്ഞു, ലായനിയുടെ ഗാഢതയെ കുറിച്ച് പറഞ്ഞു. ഈ ഗാഢത പ്രസ്താവിക്കാൻ വേണ്ടി പല അളവുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിലൊരു അളവാണ് നമുക്കിത് പഠിക്കാനുള്ളത്, അതായത് മാസ് പെർസെൻറ്റേജ് എന്ന് പറയും. സൊല്യൂഷന്റെ ഗാഢത പ്രസ്താവിക്കാൻ വേറെ പല അളവുകളും ഉണ്ട് കേട്ടോ. PP എന്ന് പറഞ്ഞിട്ട് അളവൊക്കെ ഉണ്ട്. നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കും. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഈ ഒരു അളവിനെ കുറിച്ചാണ്. അതായത് സൊല്യൂഷന്റെ ഗാഢത എന്തുമാത്രം ഉണ്ട്, അതായത് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുമാത്രം എമൗണ്ട് ലീനമുണ്ട് അല്ലേ? അതാണ് നമ്മൾ ഗാഢത എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഗാഢത കണ്ടുപിടിക്കാനുള്ള ഒരു അളവാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് മാസ് പെർസെൻറ്റേജ്. നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ ഇൻ പെർസെൻറ്റേജ്. മനസ്സിലായല്ലേ? അതായത് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണിത്. ഞാൻ പറഞ്ഞല്ലോ, ലായനിയിൽ എന്തുമാത്രം ലീനം അടങ്ങിയിട്ടുണ്ട്, ലീനത്തിന്റെ മാസ് നമ്മൾ പെർസെൻറ്റേജിൽ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മാസ് പെർസെൻറ്റേജ്. ക്ലിയർ ആയല്ലോ? ഇറ്റ് എക്സ്പ്രസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം പ്രസന്റ് ഇൻ 100 gram ഓഫ് ദി സൊല്യൂഷൻ. അതായത് 100 gram ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിട്ടുണ്ട്, അതാണ് ഇത് പറഞ്ഞത്. 100 gram ലായനിയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അതിൽ എത്രമാത്രം ഗ്രാം ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഇക്വേഷൻ ഏതാണ്? മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു പെർസെൻറ്റേജ് ആവുമ്പോൾ ഇൻറ്റു 100. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലീനത്തിന്റെ മാസ് അല്ലെങ്കിൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ ലായനിയുടെ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. മനസ്സിലായല്ലോ? അപ്പൊ മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ? സൊല്യൂട്ടിന്റെ മാസ് അല്ലെങ്കിൽ ലീനത്തിന്റെ മാസ് ഡിവൈഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. ക്ലിയർ ആയല്ലോ? നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഒരു മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഓർത്തോണം, 100 gram ലായനിയിൽ എത്രമാത്രം ലീനം അടങ്ങിയിട്ടുണ്ട്, അതാണ് ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇഫ് 10 gram കോമൺ സോൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 90 gram വാട്ടർ, ഹൗ ഈസ് എ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ഇൻ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 gram ഉപ്പ് ജലത്തിൽ ലയിപ്പിക്കുക. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ മാസ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഗാഢത കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 10 gram കോമൺ സോൾട്ട് ആണ്. അപ്പൊ കോമൺ സോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ്? സൊല്യൂട്ട് ആണ്, അല്ലെങ്കിൽ എന്താണ്? ലീനമാണ് അല്ലെ? അപ്പൊ മാസ് ഓഫ് ദി സൊല്യൂട്ട് എത്രയാണ്? ലീനത്തിന്റെ മാസ് എത്രയാണ്? 10 gram. ലീനത്തിന്റെ മാസ് 10 gram. മാസ് ഓഫ് ദി സോൾവെന്റോ? സോൾവെന്റ് ഇവിടെ ഏതാണ്? വാട്ടർ അല്ലേ? വാട്ടറിന്റെ മാസ് അല്ലെങ്കിൽ ലായകത്തിന്റെ മാസ് എത്രയാണ്? 90 gram അല്ലെ? 90 gram. മനസ്സിലായല്ലോ? ഇനി മാസ് ഓഫ് ദ സൊല്യൂഷൻ, ലായനിയുടെ മാസ് എത്രയാണ്? രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? അതായത് 10 gram പ്ലസ് 90 gram എത്ര വരും? 100 gram എന്ന് വരും. 100 gram ആണ് മാസ് ഓഫ് ദി സൊല്യൂഷൻ. ഇനി മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ, ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് ദി സൊല്യൂട്ട് അല്ലെ? മാസ് ഓഫ് ദി സൊല്യൂട്ട്, ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ. ഇക്വേഷൻ ഒക്കെ എഴുതണം കേട്ടോ. മാസ് ഓഫ് ദി സൊല്യൂഷൻ, ലീനത്തിന്റെ മാസ് ഡിവൈഡ് ബൈ ലായനിയുടെ മാസ് ഇല്ലേ? ഇൻറ്റു ഇതുണ്ട് 100 കൂടി ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്രയാണ് മാസ് ഓഫ് ദി സൊല്യൂട്ട്? നമുക്കറിയാം 10 ആണ്. ലീനത്തിന്റെ മാസ് ഓഫ് ദി സൊല്യൂഷൻ, ലായനിയുടെ മാസ് എത്രയാണ്? 100 ആണ് ഇല്ലേ? 100 നമുക്ക് കിട്ടി. ഇനി ഇൻറ്റു 100. മനസ്സിലായല്ലോ? അപ്പൊ ഇതും പോയി എത്ര വരും? 10 എന്ന് വരും. 10%. മനസ്സിലായല്ലോ? അതായത് 90 gram വാട്ടറിൽ 10 gram കോമൺ സോൾട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അലിയിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 10%.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് അവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ആ സൊല്യൂഷന്റെ ആ ലായനിയുടെ മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഗാഢത എന്ന് പറഞ്ഞാൽ 10% കിട്ടി. അപ്പൊ ഈ 10% എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? 100 ഗ്രാം ഇല്ലെ, 100 ഗ്രാം ലായനിയിൽ 10 ഗ്രാം ഉപ്പ് അവിടെ ചേർന്നിട്ടുണ്ട്. അതല്ലേ ഉദ്ദേശിക്കുന്ന ലായനിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. വാട്ട് ഡസ് ഇറ്റ് മീൻ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കോമൺ സോൾട്ട് ഈസ് 15%? അതായത് ഒരാൾ ഉപ്പുവെള്ളം ഉണ്ടാക്കി അതിന്റെ ഗാഢത 15% പറഞ്ഞിട്ടുണ്ട്. എത്ര ഇതില് എത്ര ഗ്രാം ആണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. സൊല്യൂട്ട് അല്ലെങ്കിൽ ലീന എന്തോരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ആ സൊല്യൂഷന്റെ ഗാഢത എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കോൺസെൻട്രേഷൻ 15% പറഞ്ഞു. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? 100 ഗ്രാം അല്ലെ, 100 ഗ്രാം ലായനിയല്ലേ അവിടെ ഉണ്ടായത്. അതായത് 100 ഗ്രാം സൊല്യൂഷനാണ്. 100 ഗ്രാം സൊല്യൂഷനിൽ എങ്ങനെയാണ് ഉപ്പ് എന്തുമാത്രം ഉണ്ട്? 15 ഗ്രാം ഉണ്ട് അല്ലെ, അതല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? 15 ഗ്രാം ഉപ്പാണ് 100 ഗ്രാം ലായനിയിലുള്ളത് അല്ലെ. 15 ഗ്രാം ഓഫ് സോൾട്ട്, കോമൺ സോൾട്ട് ഈസ് പ്രസന്റ് ഇൻ 100 ഗ്രാം ഓഫ് ദി സൊല്യൂഷൻ. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും നമ്മൾ 100 ഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അളവിലാണ് നമ്മൾ ഈ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ പെർസെൻറ്റേജ് കിട്ടുവാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത്ര 100 ഗ്രാം സൊല്യൂഷനിൽ എന്തുമാത്രമാണ് അവിടെ, എന്തുമാത്രം ഗ്രാം അവിടെ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം അടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മാസ് പെർസെൻറ്റേജ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അവിടെ നോക്കിയാൽ, എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 2 gram ഓഫ് സബ്സ്റ്റൻസ് എ ഇൻ 18 gram വാട്ടർ. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ദി സൊല്യൂഷൻ. അതായത് 18 ഗ്രാം ജലത്തിൽ എ എന്ന പദാർത്ഥത്തിന്റെ 2 ഗ്രാം ചേർത്ത് ഒരു ലായനി തയ്യാറാക്കി. 18 ഗ്രാം ജലത്തിലാണ് കേട്ടോ. 18 ഗ്രാം ജലത്തിൽ എന്താണ് എ എന്ന പദാർത്ഥത്തിന്റെ 2 ഗ്രാം ചേർത്ത് ഒരു ലായനി ഉണ്ടായി. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കുക, 18 ഗ്രാം ജലത്തിലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അല്ലെ. 18 ഗ്രാം ജലത്തിൽ 2 ഗ്രാം ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സൊല്യൂട്ട് ഇവിടെ എത്രയാണ്? സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം അല്ലെ, സൊല്യൂട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് കേട്ടോ. നമുക്ക് അങ്ങനെ എഴുതാം, മാസ് ഓഫ് ദി സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തിന്റെ മാസ് കേട്ടോ. ലീനത്തിന്റെ മാസ് ഇവിടെ എത്രയാണ്? ലീനത്തിന്റെ മാസ് ഇവിടെ എത്രയാണ്? 2 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഗ്രാം ചേർത്ത് ലായനി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇനി മാസ് ഓഫ് ദി സോൾവെന്റ് എത്രയാണ്? അതായത് ലായകത്തിന്റെ അല്ലെ, മാസ് ഓഫ് ദി സോൾവെന്റ്, അതായത് ലായകം അല്ലെ, ലായകത്തിന്റെ മാസ് കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ലായകത്തിന്റെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 18 ഗ്രാം എന്നും പറഞ്ഞിട്ടുണ്ട്. 18 ഗ്രാം ജലത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസ് ഓഫ് ദി സൊല്യൂഷൻ കണ്ടുപിടിക്കാമല്ലോ. മാസ് ഓഫ് ദി സൊല്യൂഷൻ അല്ലെ, മാസ് ഓഫ് ദി സൊല്യൂഷൻ അതായത് എന്താണ്? ലായനിയുടെ അല്ലെ, ലായനിയുടെ മാസ് എത്ര വരും? 2 ഗ്രാം പ്ലസ് 18 വരും. 18 ഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഗ്രാം എന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാമല്ലോ. മാസ് പെർസെൻറ്റേജ് കേട്ടോ. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയാണ്? മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ്? മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് ലീനത്തിന്റെ മാസ് ഡിവൈഡ് ബൈ ലായനിയുടെ മാസ്. അപ്പൊ ഇക്വേഷൻ കണ്ടല്ലോ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ് ഓഫ് ദി സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തിന്റെ മാസ് 2 ആണ്. ദെൻ മാസ് ഓഫ് ദി സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയുടെ മാസ് 20 ആണ്. ഇൻറ്റു 100 എന്ന് വരും. 2ഉം ഇതും കൂടെ എടുക്കാമല്ലോ, 10 വരും. ഇതും കൂടെ പോയി മൈനസ് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10% എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കട്ടെ. നമ്മൾ ജനറലി കണ്ടുപിടിക്കുന്ന 100 ഗ്രാം വാട്ടറിലാണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 18 ഗ്രാം ജലത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത്. അപ്പം 18 ഗ്രാം ജലത്തിൽ ഇല്ലേ, 18 ഗ്രാം ജലത്തിൽ എത്രയാണ്? 10% എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഒരു പദാർത്ഥമാണ് ഇവിടെ. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. നമ്മൾ ജനറലി എടുത്തിരിക്കുന്നത് 100 ഗ്രാം വാട്ടറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ക്വസ്റ്റനിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ മാസ് പെർസെൻറ്റേജ്. അപ്പൊ ഈ മാസ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ പല വസ്തുക്കളും ഈ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പൊ ഗാഢത, മാസ് പെർസെൻറ്റേജ് വെച്ചിട്ട് എന്തുമാത്രം ഗാഢതയിലാണ് ഓരോ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഈ മാസ് പെർസെൻറ്റേജ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്, വ്യാവസായികമായിട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ്? ലായനിയുടെ ഗാഢത ലീനത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. പിന്നെന്താണ്? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ഗാഢത. ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ നേർത്ത ലായനി, കൂടുതലാണെങ്കിൽ ഗാഢലായനിയാണ്. 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലായനിയുടെ ഗാഢത നിർണ്ണയിക്കുന്ന നിത്യജീവിതത്തിലും വ്യവസായ രംഗത്തും ഒക്കെ പ്രാധാന്യമുള്ള
കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു മനസ്സിലായി. ലായനിയുടെ ഗാഢത, അതുപോലെ തന്നെ ലായനി ഏത് തരത്തിലുള്ള ലായനിയാണ്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, എന്താണ് ഡയലൂട്ട് സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ലീനത്തിന്റെ അളവാണ്. ലീനത്തിന്റെ അളവ് കൂടുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ അളവ് കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗാഢലായനിയാണ്. സൊല്യൂട്ടിന്റെ അളവ് കുറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് നേർത്ത ലായനിയാണ്. അതുപോലെ തന്നെ എന്തുമാത്രം ലീനം അടങ്ങിയിട്ടുണ്ട്, 100 ഗ്രാം ലായനിയിൽ എന്തുമാത്രം ലീനം അടങ്ങിയിട്ടുണ്ട്, അതാണ് മാസ് പെർസെൻറ്റേജ്. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ പഠിച്ചെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത പാട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്